ഹലോ ഗൈസ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു 3D ടവറാണ്. ഫിനിമേറ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിലാണ് ഈ ഒരു ടവർ നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അടിപൊളിയാണ്. നമുക്കിത് വേണമെങ്കിൽ അലൈറ്റ് മോഷനിൽ ചെയ്യാൻ പറ്റും, പക്ഷേ അതിനെക്കാട്ടിയും എത്ര ഈസി ആയിട്ട് തന്നെ നമുക്ക് ഫിനിമേറ്റിൽ ഈ ഒരു സംഭവം ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ടാണ് നമ്മളിവിടെ ഫിനിമേറ്റ് സെലക്ട് ചെയ്തിരിക്കുന്നത്. സോ ഫിനിമേറ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവരെല്ലാവരും അവിടെ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാം. സോ നമുക്ക് എന്തായാലും ഈ ഒരു ട്യൂട്ടോറിയലോട്ട് കടക്കാം. ഓക്കെ, സോ ഫിനിമേറ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് കാണാൻ സാധിക്കുക. അപ്പോൾ അത് അടിയിലായിട്ട് തന്നെ നിങ്ങൾക്ക് പ്ലസ് ബട്ടൺ കാണാൻ പറ്റും. അതിൽ എഡിറ്റ് വീഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങളോട് ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ഇമേജ് ഇതിലോട്ട് ആഡ് ചെയ്യുക. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ബ്ലാക്ക് ഇമേജ് ആഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് നമ്മുടെ ആ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു സംഭവം. ഓക്കെ, സോ അതിനുശേഷം നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡ്യൂറേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 6-7 സെക്കൻഡ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ ഒരു ബ്ലൂ ബട്ടൺ ആയിട്ടുള്ള ഒരു പ്ലസ് ബട്ടൺ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം. സോ അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ 3D സീൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് ആ ഒരു 3D സീനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഒരു പ്രൊജക്റ്റിൻ്റെ ഉള്ളിൽ തന്നെ വേറൊരു പ്രൊജക്റ്റ് ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, സോ അലൈറ്റ് മോഷൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പുതിയൊരു ഗ്രൂപ്പ് ഓപ്പൺ ആയിട്ട് വരും. ആഫ്റ്റർ എഫക്ട്സിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പുതിയൊരു കോമ്പോസിഷൻ ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ട ഇമേജസ് ഇതിലോട്ട് ആഡ് ചെയ്യാം. സോ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇമേജ് ആൻഡ് വീഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട ഇമേജ് ഇതിലോട്ട് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു ഇമേജാണ് ആഡ് ചെയ്യുന്നത്. ഇനി ഞാൻ ചെയ്യുന്നത് കീ ഫ്രെയിം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കൺവേർട്ട് ടു 3D ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏത് ടൈപ്പ് 3D ഒബ്ജക്റ്റാണ് നിങ്ങൾക്ക് വേണ്ടതെന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ സെലക്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും. പക്ഷേ നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത് ഒരു 3D ടവറല്ല നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ക്യൂബാണ് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ നമ്മൾ ക്യൂബ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ നമുക്കവിടെ ക്യൂബ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്യൂറേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 5 സെക്കൻഡ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് 3 ക്യൂബ്സാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ക്യൂബിന് 1 സെക്കൻഡ്, രണ്ടാമത്തെ ക്യൂബിന് 2 സെക്കൻഡ്, അങ്ങനെ ഞാൻ ഒരു ടോട്ടലായിട്ട് ഒരു 5 സെക്കൻഡ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ലെയർ ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഡ്യൂപ്ലിക്കേറ്റ് സെലക്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ആ ഒരു ലെയർ ഒന്നുകൂടി സെലക്ട് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് 3 ലെയേഴ്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും മുകളിലത്തെ ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ കീ ഫ്രെയിം സെലക്ട് ചെയ്യാം. അതിനുശേഷം ട്രാൻസ്ഫോം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം പൊസിഷനിൽ Y സെലക്ട് ചെയ്യുക. അതിനുശേഷം Yയിൽ നമ്മളിങ്ങനെ മുകളിലോട്ട് നമ്മുടെ ഏറ്റവും മുകളിലുള്ള ലെയർ ഏറ്റവും മുകളിലത്തെ ലെയർ പോലെ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ. ഓക്കെ, ഡിസ്റ്റൻസ് എത്ര ആണെന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. ഞാനിപ്പോൾ ഇത്രയും ഡിസ്റ്റൻസാണ് കൊടുക്കുന്നത്. ഓക്കെ, അതിന് ശേഷം ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ അടിയത്തെ ലെയർ സെലക്ട് ചെയ്യുക. അതിനുശേഷം കീ ഫ്രെയിമിൽ പോയിട്ട് നിങ്ങൾ ട്രാൻസ്ഫോം സെലക്ട് ചെയ്യുക. പൊസിഷൻ Yയിൽ തന്നെ നിങ്ങൾ അടിയിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു 3 കാര്യങ്ങൾ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതൊന്ന് നല്ലപോലെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിപ്പോൾ ഡീഫോൾട്ടിലാണ് കിടക്കുന്നത്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം കസ്റ്റം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും നമ്മുടെ ക്യൂബും അതിൻ്റെ പൊസിഷനൊക്കെ എങ്ങനെയാണ് ഇരിക്കുന്നത് എല്ലാം കറക്റ്റ് ആണെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ജസ്റ്റ് ഇതൊരു ഒരു കാര്യം ആ ഒരു ക്യൂബ് എങ്ങനെ ഇരിക്കുന്നോ അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം വരുന്നത്. അല്ലാണ്ട് ഇതും നമ്മുടെ വീഡിയോയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇതിലെന്തെങ്കിലും ചെയ്താൽ വീഡിയോയിൽ വരുമോ എന്നുള്ള പേടിയൊന്നും പേടിക്കണ്ട. ഇതിൽ യാതൊരു ബന്ധവും വരുന്നില്ല. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഇപ്പോൾ ആ ഒരു ക്യൂബൊക്കെ നല്ലപോലെ തന്നെ ഇരിക്കുന്നു തോന്നിയാൽ നിങ്ങൾ ആ ഒരു വ്യൂ സെലക്ട് ചെയ്തിട്ട് ഡീഫോൾട്ട് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ നമ്മൾ തിരിച്ചു വരും. ഇനി നിങ്ങൾ ബാക്ക് വരാം. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ 3 ലെയേഴ്സും ഒന്നെ ആകുമ്പോൾ രസമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഏറ്റവും മുകളിലത്തെ ലെയർ റീപ്ലേസ് ചെയ്യാൻ പറ്റും. സോ അതിനായിട്ട് ആ ലെയർ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് റീപ്ലേസ് എന്ന് പറയുക ഇമേജ് റീപ്ലേസ് ചെയ്യാൻ ഒരു ഓപ്ഷൻ വരും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഏത് ഇമേജ് ആണോ റീപ്ലേസ് ചെയ്യേണ്ടത് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്താൽ അതവിടെ വരും. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അതിൻ്റെ സ്കെയിലുണ്ടല്ലോ, അത് ചെറുതായ പോലെ ഫീൽ ചെയ്യും. അപ്പോൾ നമുക്കത് വലുതാക്കാനായിട്ട് കീ ഫ്രെയിമിൽ പോയിട്ട് ട്രാൻസ്ഫോം ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം അടിയിൽ പോയാൽ നിങ്ങൾക്ക് സ്കെയിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. സോ കറക്റ്റ് ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ക്യൂബ് എത്രയാണോ ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ബാക്ക് വരിക. ഇനി അടിയത്തെ ലെയർ സെലക്ട് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് റീപ്ലേസ് ചെയ്യാം. നമുക്ക് വേണ്ട ഇമേജ് സെലക്ട് ചെയ്തിട്ട് റീപ്ലേസ് ചെയ്യാം. ഞാനിപ്പോൾ നല്ല ഇമേജസ് ഒന്നും കിട്ടാനില്ല, അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ ഒരു ഇമേജാണ് കൊടുക്കുന്നത്. ഓക്കെ, സോ കറക്റ്റ് റേഷ്യോയിലാണ് അത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കാര്യമായിട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല.
ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇനിയാണ് നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടത്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ പാരൻ്റ് എന്ന് പറയുന്ന ഒരു ലെയർ കാണാൻ പറ്റും. സോ പാരൻ്റ് എന്ന് പറഞ്ഞ ആ ഒരു ലെയർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു പാരൻറ്റിങ് ലെയർ ഓപ്പൺ ആയിട്ട് വരും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 3 ലെയേഴ്സും ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഇനി നമ്മൾ ഈ ഒരു പാരൻ്റ് എന്ന് പറഞ്ഞ ലെയറിൽ എന്തെങ്കിലും ട്രാൻസ്ഫോമിൽ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അത് ഈ ഒരു 3 ലെയേഴ്സിനും ബാധിക്കും. ഓക്കെ, സോ നമ്മൾ ഈ ഒരു പാരൻ്റ് ലെയറിൻ്റെ കീ ഫ്രെയിമിൽ പോയിട്ട് ട്രാൻസ്ഫോം ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാം. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കിവിടെ പൊസിഷൻ വൈ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ആദ്യത്തെ ലെയർ, അതായത് ഏറ്റവും മുകളിലത്തെ ലെയർ കറക്റ്റ് സെൻറ്ററിൽ വരുന്ന രീതിയിൽ ആദ്യം നിങ്ങളൊന്ന് സെറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എന്നിട്ട് ഒരു സെക്കൻഡിന് ശേഷം നിങ്ങൾ വേറൊരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് പൊസിഷൻ വൈയിൽ തന്നെ നമ്മൾ രണ്ടാമത്തെ ലെയർ സെൻട്രലായിട്ട് വരുന്ന രീതിയിൽ പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾ ഒരു സെക്കൻഡ് കൂടി മാറ്റിയിട്ട് മൂന്നാമത്തെ സെക്കൻഡിൽ നിങ്ങളൊരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് പൊസിഷനിൽ തന്നെ ഏറ്റവും അടിയത്തെ ലെയർ ഒരു സെൻട്രലായിട്ട് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഗ്രാഫ് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രാഫ് ആഡ് ചെയ്യണം. അതിനായിട്ട് ഫസ്റ്റത്തെയും രണ്ടാമത്തെയും കീ ഫ്രെയിമിന് നടുവിലായിട്ട് വന്നിട്ട് നിങ്ങൾ ഗ്രാഫ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഏറ്റവും അടിയിലായിട്ട് സെൻറ്ററിൽ വരുന്ന ആ ഒരു ഗ്രാഫ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതേ ഗ്രാഫ് തന്നെ നമ്മൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും കീ ഫ്രെയിമിൻ്റെ നടുവിലും പ്ലേസ് ചെയ്യണം. സോ ഏറ്റവും അടിയിലുള്ള സെൻറ്ററിലെ സെൻറ്ററിലെ ഗ്രാഫ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കറക്റ്റ് ഒരു സ്മൂത്ത്നെസ് വന്നിട്ടുണ്ട് നമ്മുടെ വീഡിയോക്ക്. കണ്ടോ, ഇങ്ങനെ ഒരു സ്മൂത്ത്നെസ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇനി നമുക്ക് റൊട്ടേഷനും കൂടി വേണം. അപ്പോഴാണ് കറക്റ്റ് ഒരു ക്യൂബ് പോകുന്ന രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. സോ അതിനായിട്ട് തന്നെ ട്രാൻസ്ഫോം സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ നമ്മളിപ്പോൾ കീ ഫ്രെയിം കൊടുത്തത് പൊസിഷൻ വൈയിലാണ്. ഇനി നമ്മൾ കീ ഫ്രെയിം കൊടുക്കേണ്ടത് റൊട്ടേഷൻ വൈയിലാണ് നമ്മൾ കീ ഫ്രെയിം കൊടുക്കേണ്ടത്. സോ നമ്മളിപ്പോൾ നേരത്തെ പൊസിഷൻ വൈയിൽ എത്ര കീ ഫ്രെയിംസ് ആഡ് ചെയ്തു? 3 കീ ഫ്രെയിംസ് ആണ്. അതേ രീതിയിൽ തന്നെ ഇവിടെയും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. സോ 3 കീ ഫ്രെയിം ആഡ് ചെയ്യാം. ഓക്കെ, 3 കീ ഫ്രെയിം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഫസ്റ്റത്തെ കീ ഫ്രെയിം 90 ഡിഗ്രി ആക്കിയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. 90 ഡിഗ്രി, കറക്റ്റ് 90 ഡിഗ്രി സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം രണ്ടാമത്തെ കീ ഫ്രെയിം നമ്മൾ 0 ഡിഗ്രിയാണ്, അതുകൊണ്ട് നമ്മൾ അതൊന്നും ചെയ്യേണ്ട. മൂന്നാമത്തെ കീ ഫ്രെയിം നമ്മൾ -90 ഡിഗ്രി ആക്കിയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഫൈൻ. ഇനി നമ്മൾ ഫസ്റ്റത്തെയും രണ്ടാമത്തെയും കീ ഫ്രെയിമിൻ്റെ നടുവിൽ ഗ്രാഫ് ആഡ് ചെയ്യണം. നമ്മൾ പൊസിഷനിൽ ആഡ് ചെയ്ത അതേ ഗ്രാഫാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. സോ ഏറ്റവും അടിയിലുള്ള സെൻറ്ററിലത്തെ ഗ്രാഫ് ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും കീ ഫ്രെയിമിലോട്ട് വന്നിട്ട് ഇതേ ഗ്രാഫ് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഫൈൻ. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ക്യൂബ് ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ അലൈറ്റ് മോഷനിലും ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൽ പക്ക സ്മൂത്തായിട്ട് തന്നെ, ഇപ്പോൾ എൻ്റെ ഡിവൈസ് 4 GB RAM ആണ്. ഇതിലും പക്ക സ്മൂത്തായിട്ട് തന്നെ ഇത് റൺ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിതിൽ കുറച്ചും കൂടി സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊരു ട്രാൻസിഷൻ അല്ല, ഇതൊരു എഫക്റ്റായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റും. ഓക്കെ, സോ നമ്മുടെ ഈ ഒരു ലെയർ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മോഷൻ ബ്ലർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്ക് വരിക, നിങ്ങളുടെ ഒരു ലെയർ സെലക്ട് ചെയ്യുക. അതിനുശേഷം കീ ഫ്രെയിമിൽ പോയിട്ട് ട്രാൻസ്ഫോം ക്ലിക്ക് ചെയ്താൽ ഒരു അടിയിലായിട്ട് നിങ്ങൾക്ക് മോഷൻ ബ്ലർ കാണാൻ പറ്റും. ജസ്റ്റ് അതൊരു 50 സെറ്റ് ചെയ്ത് കൊടുക്കുക. 50 or 100 സെറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സ്മൂത്ത്നെസ് അനുസരിച്ചിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, സോ എല്ലാ ലെയേഴ്സിലും ഇതേപോലെ നിങ്ങൾ ചെയ്യുക. ഓക്കെ, സോ ഞാൻ എല്ലാ ലെയേഴ്സിലും മോഷൻ ബ്ലർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സോ നമ്മുടെ വീഡിയോ ഇവിടെ കറക്റ്റ് അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു എഫക്റ്റ് നമ്മൾ സേവ് ചെയ്യണമല്ലോ. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് മുകളിലായിട്ട് ഒരു ടിക്ക് ബട്ടൺ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ ചെയ്ത ആ ഒരു 3D സീൻ ഇവിടെ ഒരു ഗ്രൂപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഗ്രൂപ്പിൻ്റെ ബാക്കിലായിട്ട് വേറെ എന്തെങ്കിലും കൊണ്ട് പ്ലേസ് ചെയ്യാൻ പറ്റും, ഓവർലേസ് ഒക്കെ. സോ അങ്ങനെ നമ്മൾ പ്രിവ്യൂവിൽ കണ്ട ആ ഒരു ഓവർലേ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് മുകളിലായിട്ട് തന്നെ പ്ലസ് ബട്ടൺ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഏറ്റവും അടിയിലായിട്ട് എലമെൻറ്റ് ലൈബ്രറി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ക്യാൻഡി എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഓവർലേസ് കാണാൻ പറ്റും. ഇതിൽ ഏതെങ്കിലും ഒരു ഓവർലേ എടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ പ്രിവ്യൂവിൽ ആഡ് ചെയ്തിരിക്കുന്ന ഓവർലേ ഈ ഒരു ഓവർലേ ആണ്. സോ ജസ്റ്റ് അത് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്കത് ഡൗൺലോഡായിട്ട് നമ്മുടെ പ്രൊജക്റ്റിലോട്ട് ഡയറക്റ്റ്ലി ഇമ്പോർട്ട് ആവും. ഓക്കെ, സോ നമ്മുടെ പ്രൊജക്റ്റിൽ ഡയറക്റ്റ്ലി ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കൈ കൊണ്ട് സ്കെയിൽ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നിങ്ങൾ ആ ഒരു ലെയർ എടുത്തിട്ട് ഏറ്റവും അടിയിലോട്ട് പ്ലേസ് ചെയ്യുക. ഓക്കെ, ഏറ്റവും അടിയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ലെയർ നമ്മളെ 3D ലെയറിൻ്റെ അടിയിലോട്ട് പ്ലേസ് ചെയ്യാം. ഓക്കെ, ഫൈൻ.
ഇപ്പോൾ നമ്മുടെ വീഡിയോ സെറ്റായിട്ട് വന്നിട്ടുണ്ട്, അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. സോ ഇത് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം സേവ് ടു പ്രൊജക്റ്റ് പ്രൈവറ്റ് പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ സേവ് ആയിക്കോളും. ഓക്കെ, ഇനി നിങ്ങൾക്ക് അടിയിലായിട്ട് സേവ് ടു ഗാലറി എന്ന് കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വീഡിയോ ഇവിടെ സേവ് ആയിട്ടുണ്ടാവും. സോ ഇങ്ങനെയാണ് ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാം. സോ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. അടിപൊളിയാണ് ഈ ഒരു Funimate എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ. സോ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. വി ക്യാൻ സീ നെക്സ്റ്റ് ടൈം. ബൈ.